ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഞാൻ പെരുന്നാളിന് നമുക്ക് ജീരകമൈലാഞ്ചി ശർക്കര മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറില്ലേ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരുപാട് ലിക്വിഡോട് കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഈസി ആയിട്ട് എന്നുള്ളൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല, അപ്പോൾ ഒന്ന് വീഡിയോസായിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ ഞാൻ ശർക്കരയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും ശർക്കരയും ഞാൻ ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറവാക്കണ്ട, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര അതേ അളവിൽ തന്നെ എടുക്കുന്നത്. അതിന് പുറമേ ഞാനൊരു 1.5 ടീസ്പൂൺ ചായപ്പൊടി എടുക്കുന്നുണ്ട്, തേയില. അത് 1.5 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേ സ്പൂണിൽ തന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്, വലുതിനല്ല. ഗ്രാമ്പു പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമ്പു ഒരു ലേശം ഇങ്ങനെ ഇട്ട് കുത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ പൊടി ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അതേ അളവിൽ തന്നെ ഞാൻ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടി തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ആക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പുതിയ കുക്കറൊന്നുമല്ല, എന്നാൽ ഒഴിവാക്കിയ കുക്കറും അല്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുക്കർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് പാത്രമാണോ വേണ്ടുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ കുറച്ച് അലുമിനിയം ഫോയിൽ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ പാത്രത്തിന് ഒരു കേടും പറ്റാതെ ഒരു കളറോ ഒന്നും വ്യത്യാസം വരാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ക്ലീൻ ആക്കിയിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മളൊരു കഷ്ണം അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നോൺ സ്റ്റിക്ക് പാനിലോ മൺപാത്രത്തിലോ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് ഇതാ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് ഏതോ പാത്രങ്ങൾ ഒരു അളവ് അത് കണക്കാക്കിയിട്ടാട്ടോ ഞാൻ ഈ കുക്കർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വട്ടം കൂടുതലുള്ള പാത്രമാകുമ്പോൾ നമ്മൾ മുകളിൽ വെക്കണ പാത്രം അതിനനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം 4 ഭാഗത്തായിട്ട് ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാനതാ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാനിതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസ് നല്ല ഫുള്ളായിട്ട് തന്നെ നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഐസ് വാട്ടറാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ കത്തിച്ചിട്ടൊരു 5 മിനിറ്റ് സമയം, ഏകദേശം നമ്മളൊരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്യാസിന് ഓരോ തരത്തിലായിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞു വരുന്ന വരെ നമ്മൾ കത്തിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ആ വെള്ളം വീണ്ടും മുക്കിയിട്ട് നല്ല തണുത്ത വെള്ളം തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത്, അപ്പോൾ നല്ല പുകഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഞാൻ വീണ്ടും നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ല കളറായിട്ടുള്ള ലിക്വിഡ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ നഖമൊക്കെ നമുക്ക് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ കുക്കറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഒന്ന് വെറുതെ ഒന്ന് സോപ്പിട്ട് കഴുകി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും പെരുന്നാൾ ആശംസകൾ കൂടി കുറച്ച് നേരത്തെ തന്നെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് നഖത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പറയണം. ഞാനിപ്പോൾ നഖത്തിൽ ഇട്ടിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. ഇതിൻ്റെ മുൻപും ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ അങ്ങനെ നഖത്തിലിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്, താങ്ക് യു.